നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുന്ദരി സ്വർഗസുന്ദരി കണ്ട നാൾ മുതൽ എന്റേതാണു നീ ദേവദാരുവിൻ പൂക്കളാലില. ചന്ദ്രി, ഇത് നമ്മൾ എങ്ങനെ സഹിക്കും? എന്തു പറ്റിയെടുത്തി? ഞാൻ ശിവാനിയെ വിളിച്ചേ. ഈശ്വരമംഗലത്ത് ഭയങ്കര കുഴപ്പങ്ങളാ. നിധിയുടെയും മിഥുന്റെയും കല്യാണം നടത്തിയ സബ് രജിസ്ട്രാർ ഈശ്വരമംഗലത്ത് എത്തി. കല്യാണം നടന്ന വിവരം മറച്ചു വെക്കാൻ നിധി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തെന്ന് അയാൾ അവിടെ എല്ലാരോടും പറഞ്ഞു. ഞാനിപ്പോ സംസാരിച്ചതാ. അവിടെ ഒരു കുഴപ്പമില്ലെന്ന ഗൗതം മോൻ പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞു? ഒരിക്കലും നിധിയെ കൈവിടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. നിനക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരുമെന്ന് പേടിച്ച് ഗൗതമൻ കള്ളം പറഞ്ഞതാവും. വസുന്ധര അവിടെ ഡിവോഴ്സിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാ ശിവാനി എന്നോട് പറഞ്ഞു. ഇതിപ്പോ ആര് പറഞ്ഞാ ഞാൻ വിശ്വസിക്കേണ്ടത്? എന്തായാലും ശിവാനി ഇപ്പൊ കള്ളം പറയില്ല. ഗൗതം നിധിയോട് വളരെ മോശമായി സംസാരിച്ചു എന്നാ ഞാൻ അറിഞ്ഞ്. പാർവതിയും ഗോപിനാഥ സാറും ഒക്കെ നിധിക്ക് എതിരായത്രേ. വസുന്ധരയുടെ എതിർപ്പ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നാളെ അങ്ങോട്ട് ചെല്ലാൻ വസുന്ധര പറഞ്ഞതല്ലേ. നീ പോണോന്ന് തന്നെയാ എന്റെ അഭിപ്രായം. പക്ഷേ ഞാൻ ചെല്ലണ്ടെന്നല്ലേ നിധി പറഞ്ഞത്. അവക്കൊന്നും അറിയില്ല ചന്ദ്രി. ഈ ലോകത്തിന്റെ കാപട്യങ്ങൾ ഒന്നും അറിയാത്ത കുട്ടിയാ. ഓരോ വീടുകളിൽ നടക്കുന്നതൊക്കെ ഓർക്കുമ്പോഴേ എന്റെ കൈയും കാലും വിറക്കിയ. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചും പാമ്പ് കൊത്തിയൊക്കെ എത്ര പെൺകുട്ടികളുടെ ജീവനാ പൊലിഞ്ഞത്. നീതിക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. എടുത്തി എന്നെ പേടിപ്പിക്കാതെ. നാളെ തന്നെ ഏട്ടനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. കാര്യങ്ങൾ എന്താ നേരിട്ട് അറിയാലോ. അശോകേട്ടൻ എന്തിനാ കൊണ്ടുപോകുന്നേ? നീ തനിച്ചു പോയി ആ പാർവതിയോട് സംസാരിക്കേ. അവര് മനസ്സലിവുള്ള സ്ത്രീയാ. അവര് വിചാരിച്ച ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാ ശിവാനി പറഞ്ഞത്. സംസാരിക്കാം, പക്ഷെ ഏട്ടനും കൂടെ വരുന്നതാ എനിക്ക് ധൈര്യം. വേണ്ട ചന്ദ്രി, ഇതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ പരിഹരിക്കുന്നതാ നല്ലത്. അഥവാ നീതിക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞു മാപ്പ് ചോദിക്കാൻ അവളോട് പറ. ഗൗതം വിശാല ഹൃദയന, അവനങ്ങ് ക്ഷമിച്ചോളൂ. എന്റെ മോൾക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? വെളുപ്പിന് 4 മണി മുതല് നിധി കൂടുതൽ നേരം പുറത്തല്ലായിരുന്നോ? അവളെവിടെയൊക്കെ പോയെന്നോ എന്തൊക്കെ ചെയ്തെന്നോ നമ്മൾ വീട്ടുകാരെ എങ്ങനെ അറിയാനാ? എനിക്കറിയാം. എന്റെ മോളെ എനിക്ക് വിശ്വാസാ. എന്റെ മോളെ എനിക്കും വിശ്വാസമായിരുന്നു ചന്ദ്രി. പക്ഷെ അവൾ എന്നെ ചതിച്ചില്ലേ? ശിവാനിക്ക് അമൽ എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു പണ്ട് നിധിക്കും മിഥുനും. ഒരു ദുർബല നിമിഷത്തിൽ ഉറക്ക കരയാൻ പോലും നിധി മോൾക്ക് കഴിഞ്ഞു കാണില്ല. പാവം. മതി, ഏട്ടത്തി പറഞ്ഞു പറഞ്ഞു നിധിയെ മോശക്കാരിയാക്കണ്ട. ശിവാനി അല്ല നിധി. ഏറ്റില്ല ചന്ദ്രി. നാളെ ഈശ്വരമംഗലത്ത് ചെന്ന വസുന്ധര നിധിയെ പറഞ്ഞു വിടൂന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ അസത്തൊന്ന് പോയാ മതിയായിരുന്നു. നിധി ഇറങ്ങിയാലേ ശിവാനിക്ക് എവിടെ പൂന്ത് വിളയാടാൻ പറ്റും. സത്യമായിട്ടും നിധിക്ക് മിഥുനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹാലോചന ഏട്ടത്തി വഴി അവൻ കൊണ്ടുവന്നത്. പക്ഷേ
അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് അന്ന് എന്നെ ഇവള് പറഞ്ഞതാ. പിന്നെ ഈ ശല്യം ചെയ്തപ്പോഴാ ഇവള് പോലീസ് പരാതി കൊടുത്തത്. അതോടെ എല്ലാം കഴിഞ്ഞോന്നാ കരുതിയത്. അവൻ ഇങ്ങനെ വീണ്ടും ഒരുമ്പിട്ടിറങ്ങുമെന്ന് ഒട്ടും കരുതിയില്ല. ഞാൻ ഈ കഥകളൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആന്റി. പക്ഷെ പിന്നെ ഓരോ തെളിവുകളൊക്കെ പുറത്തു വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാനാവും? എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നാലും എന്റെ ഭർത്താവിനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എന്നെ വിശ്വാസമാണമ്മേ. ഇക്കാര്യത്തിൽ ഞാൻ ഇവരുടെയൊക്കെ അഭിപ്രായം മാത്രമേ നോക്കുന്നുള്ളൂ. നീ പറയുന്നതൊക്കെ സത്യമാണോ മോളെ? അതെ ചന്ദ്രിക, നിധിക്ക് ഇവിടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അക്കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ കുടുംബം ഒരിക്കൽ പോലും ഇവളെ അവിശ്വസിച്ചിട്ടില്ല. പക്ഷേ വസുന്ധരാമ്മയുടെ എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ വിളിച്ചോണ്ട് പോണെന്നാ. ഏ ആന്റി അങ്ങനെ പറഞ്ഞോ? ഷോ, എങ്കിൽ സൂക്ഷിക്കണം. ആന്റി പറഞ്ഞതാ. ശിവാനി ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞ് ചന്ദ്രികയെ പേടിപ്പിക്കണ്ട. നിധി ഇവിടുന്ന് കൊണ്ടുപോകാൻ ഗൗതം സമ്മതിക്കില്ല. ഞാൻ പോവുകയില്ല. കല്യാണം കഴിഞ്ഞതോടെ ഇതാണ് എന്റെ വീട്. ഇവിടുന്ന് എന്നെ ഇറക്കാവുന്ന ഇനി ആരും കരുതുകയും വേണ്ട. ഉം. ഇപ്പഴാ എനിക്കൊരു ആശ്വാസമായത്. മനസ്സിനൊരു തണുപ്പ് വീണതുപോലെയാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ആന്റി, മോനെ, പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങിയല്ലോ. മഹാഭാഗ്യം തന്നെ. ആന്റി ഇരിക്ക്. മുടന്തിയാണെങ്കിലും ഇത്രയും വേഗം നടക്കാൻ കഴിഞ്ഞത് നിധി കാരണമാ. ആന്റിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഒന്നും വേണ്ട മോനെ, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഊണ് കഴിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടൂ, അല്ലേ നിധി? അയ്യോ, അതെങ്ങനെ ശരിയാവാ? ആന്റി ചെന്നിട്ട് വേണ്ടേ അവിടെ ഊണ് വെക്കാൻ? അല്ലേ ആന്റി? അതെന്താ? ഇത്തിരി ചോറും കറിയും വെച്ചാ നിന്റെ അമ്മയുടെ കയ്യിലെ വാളെ അങ്ങ് ഊരി പോവോ? അഥവാ ഊരിപ്പോയി അങ്ങ് പോട്ടേന്ന് വെക്കണം. ചന്ദ്രിക ആന്റി ഇന്ന് ഊണ് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ, അല്ലേ ആന്റി? ഏയ്, എനിക്ക് ഉടനെ പോണം മോനെ. ഒരുപാട് ആശങ്കയോടെ വന്നത്. സമാധാനത്തോടെ തിരിച്ചു പോവാ. മനസ്സിന്റെ തൃപ്തി കൊണ്ട് എനിക്കിപ്പോ ഒരു സദ്യ കഴിച്ച പ്രതീതിയാ. എന്തായാലും വസുന്ധരാന്റി ഉടനെ വരും, കണ്ടിട്ട് പോയാ മതി. ഇവിടെ വരുന്നവരെല്ലാം വസുവിനെ മുഖം കാണിച്ചിട്ടേ പോകാവുന്ന നിയമം വല്ലതും ഉണ്ടോ? അതില്ല. എന്നാലും ചന്ദ്രിക ആന്റിയുടെ ഇവിടെ വരാൻ പറഞ്ഞത് വസുന്ധരാന്റി ആണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അമ്മ വെറുതെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് കരുതി ചന്ദ്രിക ആന്റി വെറുതെ മൂഡ് ഓഫ് ആകണ്ട. ഊണ് കഴിക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇറങ്ങിക്കോളൂ. ഞാൻ ഡ്രൈവറെ വിളിച്ച് അങ്ങോട്ട് ഇറക്കാൻ പറയാം. അയ്യോ, അതൊന്നും വേണ്ട മോനെ, ഞാനൊരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി. വസുന്ധരാന്റി ഉടനെ വരാന്നാണല്ലോ വിളിച്ചപ്പോ പറഞ്ഞേ. എന്തെത്ര താമസം? ആന്റി വന്നില്ലെങ്കിൽ ഇത് കൈവിട്ട് പോവല്ലോ. ആന്റിയുടെ നിഖിലിന്റെ കാര്യത്തില് ഞാൻ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എതിർപ്പൊന്നും പ്രകടിപ്പിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. ഇവര് നന്നായി തന്നെ ജീവിക്കുന്നത്. അതോർത്ത് ഒരു ടെൻഷനും വേണ്ട. കറക്റ്റ് സമയത്ത് തന്നെ ആന്റി വന്നിറങ്ങി. ഇനിയാണ് പൊടി പൂരം. നീ വരാൻ വൈകുമെന്ന് കരുതി ചന്ദ്രിക പോകാൻ തുടങ്ങുകയായിരുന്നു. അത് ശരി. അതെങ്ങനെയാ ശരിയാവുന്നേ? ഞാൻ വിളിച്ചിട്ടല്ലേ ഈ സ്ത്രീ വന്നത്. സംസാരിക്കാനുള്ളത് എനിക്കല്ലേ? നിധി പുറപ്പെടാൻ റെഡിയായില്ലേ? നിധി എന്തിനു റെഡിയാവണം? ചന്ദ്രികയുടെ കൂടെ ഇവളും വീട്ടിലേക്ക് മടങ്ങുന്നത് കൊണ്ട്.